ഹലോ എവ്രിബഡി, വെൽക്കം ടു ഡോട്ട്സ് അക്കാഡമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഒപ്പീനിയൻ ആർട്ടിക്കിളാണ്, ഒപ്പീനിയൻ ബേസ്ഡ് ആർട്ടിക്കിളാണ്, എഡിറ്റോറിയൽ അല്ല. സാധാരണയായിട്ട് നമ്മൾ ഇത്രയും രണ്ട് വീഡിയോസിലും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് എഡിറ്റോറിയലിൻ്റെ ഡിസ്കഷനാണ്. പക്ഷേ ഇപ്പോൾ ഇതിൽ ചെയ്യുന്നത് ഒപ്പീനിയൻ ബേസ്ഡ് ആർട്ടിക്കിളിൻ്റെ ഒരു ഡിസ്കഷനാണ്. ഇത് കാണുന്നത് നമ്മൾ എഡിറ്റോറിയൽ പേജിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒപ്പീനിയൻ എന്ന് പറയുന്നൊരു പേജ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഒരുപാട് ആൾക്കാരുടെ ഒപ്പീനിയൻ അവർ ഇൻ ദ ഫോം ഓഫ് ആർട്ടിക്കിൾസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു ഒപ്പീനിയൻ ബേസ്ഡ് ആർട്ടിക്കിളാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ആർട്ടിക്കിൾ, ഇറ്റ് ഈസ് അബൌട്ട് രാജ്ഭവൻ. സോ രാജ്ഭവൻ എന്ന് പറയുന്നത് ഗവർണറുടെ റോൾ വ്യക്തമാക്കുന്ന ഒരു ആർട്ടിക്കിൾ. അതേപോലെ തന്നെ ഇതിനകത്ത് ഗവർണറുടെ റിലേറ്റഡ് ആർട്ടിക്കിൾസ് എന്തൊക്കെയുണ്ട് എന്നുള്ളത്, അതായത് പൊളിറ്റിയിലെ ആർട്ടിക്കിൾസ് എന്തൊക്കെയുണ്ട് എന്നുള്ളതും അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനും, അതേപോലെ തന്നെ കുറേ കേസസ്, ഗവർണറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കേസസിൻ്റെ ഡിസ്ക്രിപ്ഷനും ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആ ആർട്ടിക്കിൾ ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മൾ 3 കാര്യങ്ങളാണ് ഒരു ആർട്ടിക്കിൾ എടുത്താൽ ഡിസ്കസ് ചെയ്യുന്നത്. അഥവാ നമ്മൾ ഒരു ആർട്ടിക്കിൾ ശ്രദ്ധിക്കേണ്ട ഈ 3 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് ന്യൂ വേർഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പരിചയപ്പെടണം. അതേപോലെ തന്നെ യൂസേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമ്മൾ അറിയണം. രണ്ടാമത്തേതെന്ന് പറയുന്നത് അതിനകത്ത് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്താണ്, കറണ്ട് അഫെയർസ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് അത് നമ്മൾ അറിഞ്ഞിരിക്കണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു എസ്സേ അഥവാ ഒരു കോംപ്രിഹെൻഡ് ചെയ്യേണ്ട ഒരാളാണ്. ഒരു പാസേജ് വായിച്ച് അതിൽ നിന്നും ചോദ്യം എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ എസ്സേ എങ്ങനെ എഴുതിയിരിക്കുന്നു, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. സോ ഈ 3 കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ സെഷനിൽ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആർട്ടിക്കിളിലേക്ക് പോകാം. അപ്പോൾ ആർട്ടിക്കിൾ എന്താണ്, അതിൻ്റെ ഹെഡിങ് വന്നിട്ട് രാജ്ഭവൻ നീഡ്സ് റാഡിക്കൽ റിഫോംസ് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 2 വേർഡ്സ് നമുക്ക് കിട്ടി. ഒന്ന് റാഡിക്കൽ, രണ്ടാമത്തത് റിഫോംസ് എന്നുള്ളത്. റാഡിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മാറ്റം അഥവാ ഡ്രാസ്റ്റിക് ചേഞ്ച് എന്നുള്ളതാണ്. റിഫോം എന്ന് പറഞ്ഞാൽ ചേഞ്ച് എന്നാണ്, മാറ്റം, നല്ല മാറ്റം ആവശ്യമാണ് എന്നുള്ളതാണ് അതിനകത്ത് നമ്മുടെ ആർട്ടിക്കിളിൻ്റെ ഹെഡിങ് തന്നെ. അപ്പം അത് നമ്മൾ പ്രിപ്പയർ ചെയ്യുവാണ്. ഇതാണ് നമ്മുടെ ആർട്ടിക്കിൾ, ഇതിനെക്കുറിച്ചാണ്, രാജ്ഭവനെ കുറിച്ചാണ്, ഗവർണറിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ എന്നുള്ളത്. സോ ഈ പറയുന്ന ഈ ആർട്ടിക്കിളിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അവർ. നമുക്കത് നോക്കണ്ട, നമുക്ക് നേരെ ആർട്ടിക്കിളിലേക്ക് പോകാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ദി ഗവർണർ ഓഫ് കേരള ഹാസ് ബീൻ ഇൻ ദി ന്യൂസ് ഫോർ ദി റോങ് റീസൺസ്. During his recent visit to the Calicut University campus, he instructed the police to remove posters put up against him. അപ്പോൾ നമുക്ക് ആദ്യത്തെ വേർഡ് കിട്ടി, പുട്ട് അപ്പ് അഗെയിൻസ്റ്റ് ഹിം. സോ പുട്ട് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടു ഡിസ്പ്ലേ. അതൊരു പോസ്റ്ററായിട്ടോ അല്ലെങ്കിൽ ഒരു സൈൻ ബോർഡായിട്ടോ അതിനെയാണ് നമ്മൾ പുട്ടപ്പ് എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിനെതിരെ എന്നുള്ളതാണ് ടു ഡിസ്പ്ലേ, ടു പുട്ടപ്പ്. പുട്ടപ്പ് മീൻസ് ടു ഡിസ്പ്ലേ. പോസ്റ്റർ ആകാം അല്ലെങ്കിൽ ഒരു സൈൻ ബോർഡ് ആകാം. പുട്ട് അപ്പ് അഗെയിൻസ്റ്റ് ഹിം. ഹി ടേംഡ് ദി ആക്ടിവിസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ക്രിമിനൽസ് ആൻഡ് അക്യൂസ്ഡ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് സ്പോൺസറിങ് ദം. സോ അക്യൂസ്ഡ്, ചീഫ് മിനിസ്റ്ററിനെ എന്തിനെ അക്യൂസ് ചെയ്തിരിക്കുന്നത്, സ്പോൺസർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. സോ അക്യൂസ്ഡ് ഓഫ്, നമ്മൾ കറക്റ്റ് രീതിയിലാണ് പ്രപ്പോസിഷൻ ഉപയോഗിച്ചിരിക്കുന്നത്, അക്യൂസ് ഓഫ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദാറ്റ്സ് കറക്റ്റ്. ആഫ്റ്റർ ഹിസ് വിസിറ്റ് in a clear breach of protocol. So breach എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബ്രീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലേഷൻ, ഒരു റൂൾ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് ബ്രീച്ച് എന്ന വാക്കിൻ്റെ അർത്ഥം. സ്പെല്ലിംഗ് നോക്കുക, BREACH ആണ്, ലംഘനമാണ്, വയലേഷൻ ആണ്. റൂൾ ബ്രേക്ക് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് ബ്രീച്ച് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻ എ ക്ലിയർ ബ്രീച്ച് ഓഫ് പ്രോട്ടോകോൾ. എന്താണ് പ്രോട്ടോകോൾ? പ്രോട്ടോകോൾ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു വേർഡാണ്. നമ്മൾ ഒരു പെരുമാറ്റച്ചട്ടമാണ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഒരു സിസ്റ്റം ഓഫ് ഫിക്സ്ഡ് റൂൾസ് ഉണ്ട്. ഫോമർ ബിഹേവിയർ ഇങ്ങനെ ആയിരിക്കണം, ഫിക്സ്ഡ് റൂൾസ് ഉണ്ട്. ആ റൂൾസ് അനുസരിച്ചായിരിക്കണം നമ്മുടെ ബിഹേവിയർ ഉണ്ടാവേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ആ പെരുമാറ്റച്ചട്ടം ലംഘിച്ചു അല്ലെങ്കിൽ വയലേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. സോ ആഫ്റ്റർ ഹിസ് വിസിറ്റ് ഇൻ എ ക്ലിയർ ബ്രീച്ച് ഓഫ് പ്രോട്ടോകോൾ ഹി ടോൾഡ് കോഴിക്കോട് വിതൗട്ട് എനി പ്രീവിയസ് അനൗൺസ്മെൻറ്റ്. സോ അനൗൺസ് ചെയ്യാതെ അദ്ദേഹം പ്രോട്ടോകോൾ ലംഘിച്ച് കോഴിക്കോട് വിസിറ്റ് ചെയ്തു, ടൂർ ചെയ്തു എന്നാണ് പറയുന്നത്. ആസ് സച്ച് എപ്പിസോഡ്സ് ആർ ബിക്കമിങ് മോർ കോമൺ
It is time to think about the behavior of governors in opposition-ruled states and to understand the legal consequences of such aberrations. So, aberration എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡീവിയേഷൻ എന്നാണ് അർത്ഥം. നമ്മൾ നോർമൽ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ബിഹേവിയർ ഉണ്ട്, ആ ബിഹേവിയറിൽ നിന്നും ഉള്ള ഒരു ഡീവിയേഷൻ, ഒരു വ്യതിചലനം, ഒരു വ്യത്യാസം, അതാണ് ആബറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എന്തിനാണ് ഗവർണർ എന്ന് പറയുന്ന ഗവർണർ ഓഫ് കേരള എങ്ങനെയാണ് ന്യൂസിൽ വന്നതെന്നും അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോയ കാര്യവും അതേപോലെ തന്നെ എന്താണ് റൂൾ വയലേഷൻ എന്താ നടത്തിയതെന്നുള്ളതും അതേപോലെ തന്നെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്തായിരിക്കണം ഒരു കോമൺ ബിഹേവിയർ ഓഫ് ഗവർണേഴ്സ് എന്നുള്ളതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് നമ്മുടെ വേർഡ്സും കൂടി ശ്രദ്ധിക്കുക. പുട്ടപ്പ്, അതേപോലെ തന്നെ ബ്രീച്ച്, ദെൻ വരുന്നത് എന്താണ്? പ്രോട്ടോകോൾ എന്നുള്ളതും അക്യൂസ്ഡ് ഓഫ് അല്ല പ്രൊപ്പോസിഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ ആബറേഷൻ എന്ന് പറയുന്നത്, ഇതിൻ്റെയൊക്കെ സ്പെല്ലിങ്ങും ശ്രദ്ധിക്കണം. ഓക്കെ, അതേപോലെ തന്നെ റാഡിക്കൽ, റിഫോം എന്നീ വേർഡ്സും കൂടി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് സെക്കൻഡ് പാരഗ്രാഫിലേക്ക് പോകും. സെക്കൻഡ് പാരഗ്രാഫിൽ എന്താ പറയുന്നത്? The Constitution cannot be expected to deal with the individual behavior of such public functionaries. It only talks of the functions, powers and duties of the governors എന്നാണ് പറഞ്ഞത്. സോ പബ്ലിക് ഫങ്ഷണറീസ് എന്ന് പറയുന്നത്, ഫങ്ഷണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യൽ എന്നാണ് അർത്ഥം. ഒഫീഷ്യൽ വ്യക്തികൾ, അങ്ങനെ പബ്ലിക് ആയിട്ടുള്ള ഒഫീഷ്യൽസ് ഇങ്ങനെ ബിഹേവിയർ ചെയ്യുന്നതിന് എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ ഡീൽ ചെയ്യണമെന്നുള്ളത് അതിനെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടില്ല. ഇൻഡിവിജ്വൽ ബിഹേവിയറിനെ കുറിച്ച് വ്യക്തമാക്കിയിട്ടില്ല എന്ന് പറയുന്നത്. ഇറ്റ് ഓൺലി ടോക്സ് ഓഫ് ദി പവേഴ്സ്, ഫങ്ഷൻസ്, പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദി ഗവർണർ. ഹൗവർ കഴിഞ്ഞ് കോമയുണ്ട്. ദ നോഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി. നോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഐഡിയ അല്ലെങ്കിൽ ബിലീഫ് എന്നാണ് അർത്ഥം. ഐഡിയ അഥവാ ബിലീഫ്. The notion of constitutional morality should govern governors in their public conduct. കോണ്ടക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം വരുന്നത്? ബിഹേവിയർ. കോണ്ടക്റ്റ് എന്ന് പറയുന്നത് ബിഹേവിയർ. സോ കോണ്ടക്റ്റ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നൗണാണ്. നമുക്ക് വേറൊരു സാധനം കൂടിയുണ്ട്, കണ്ടക്റ്റ് വേർബാണ്. പ്രൊണൗൺസിയേഷൻ തന്നെ വ്യത്യാസമാണ്. സോ ഇൻ ദിയർ പബ്ലിക് കോണ്ടക്റ്റ്, ഇൻ ദിയർ പബ്ലിക് ബിഹേവിയർ. സോ പബ്ലിക് ബിഹേവിയറിനെ കുറിച്ചാണ്, ഗവർണേഴ്സിൻ്റെ പബ്ലിക് ബിഹേവിയറിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇൻ NCT of Delhi versus Union of India 2018, a constitution bench of the Supreme Court emphasized the need to identify the moral values of the constitution based on a notion of constitutional culture. It said that the constitutional morality places responsibilities and duties on individuals who occupy constitutional institutions and offices. Even while acting as Chancellor, Mr. Khan continues to be governor. Whether his conduct reflects constitutional morality is an open question. സോ ഇവിടെ നമുക്ക് അടുത്ത ഒരു വേർഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അടുത്ത യൂസേജ് എന്ന് പറയുന്നത് ഓപ്പൺ ക്വസ്റ്റ്യൻ ആണ്. ഓപ്പൺ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഉത്തരം നമുക്കൊരു സിംപ്ലി യെസ് അല്ലെങ്കിൽ നോ പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് അൺഡിസൈഡഡ്. അതായത് പലർക്കും പല അഭിപ്രായമുള്ള ഒരു ചോദ്യത്തിനാണ് നമ്മൾ എന്താ പറയുന്നത്? ഓപ്പൺ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇപ്പം അദ്ദേഹത്തിൻ്റെ കോണ്ടക്റ്റ്, അദ്ദേഹത്തിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത് അത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിൽ പലർക്കും പല അഭിപ്രായമുണ്ടെന്നാണ് ഈ രണ്ടാമത്തെ പാരഗ്രാഫ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഇനി നമുക്ക് തേർഡ് പാരഗ്രാഫിലേക്ക് പോകാം. പക്ഷേ അതിന് മുമ്പായിട്ട് തന്നെ ഒരു സബ് ഹെഡിങ് കൂടി കൊടുത്തിട്ടുണ്ട്, ലിമിറ്റ്സ് ടു ഇമ്മ്യൂണിറ്റി. സോ ഇമ്മ്യൂണിറ്റി അതായത് ഒഫീഷ്യൽ പ്രൊട്ടക്ഷനാണ്, ലീഗൽ ആക്ഷനിൽ നിന്നുള്ള ഒഫീഷ്യൽ പ്രൊട്ടക്ഷനാണ്. ലീഗൽ ആക്ഷനിൽ നിന്നുള്ള ഒഫീഷ്യൽ പ്രൊട്ടക്ഷനാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഈ ഇമ്മ്യൂണിറ്റി നമ്മൾ കൊടുക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത് ഗവർണേഴ്സിനും അതേപോലെ തന്നെ പ്രസിഡൻസിനും നമ്മൾ ലീഗൽ ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം ഒഫീഷ്യൽ ആക്ഷൻ, ഒഫീഷ്യൽ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പം അതാണ് ലിമിറ്റ്സ് ടു ഇമ്മ്യൂണിറ്റി. സോ ഗവർണേഴ്സിനുള്ള ലിമിറ്റ്സ് ടു ഇമ്മ്യൂണിറ്റീസ് എന്താണെന്നാണ്. അപ്പോൾ അതിലാദ്യം പറയുന്നത് ഈ ആർട്ടിക്കിൾ 361 ആണ്. Article 361 of the Constitution provides only a limited and conditional immunity എന്നാണ് പറയുന്നത്. ലിമിറ്റഡ് ആണ്, കണ്ടീഷണൽ ആണ്. അതായത് ഒരുപാട് കണ്ടീഷൻസ് പറഞ്ഞിട്ടുള്ള ഇമ്മ്യൂണിറ്റിയാണ് പറയുന്നത് ഫോർ ദി ഗവർണേഴ്സ്. കുറേ കണ്ടീഷൻസ് ഉണ്ട്. ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി അല്ല, കംപ്ലീറ്റ് ഇമ്മ്യൂണിറ്റി അല്ല. കുറേ കണ്ടീഷൻസ് വെച്ചിട്ടുള്ള റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റിയാണ് കൊടുക്കുന്നത് ഫോർ ദി ഗവർണേഴ്സ്. It says that the governor shall not be answerable to any court for the exercise and performance of the powers and duties of their office, or for any act done or
പെർപ്പറ്റഡ് ടു ബി ഡൺ ബൈ ദം ഇൻ ദിയർ ഒഫീഷ്യൽ കപ്പാസിറ്റി. പെർപ്പറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലെയിം ടു ബി ഡൺ, അതായത് അങ്ങനെ ചെയ്തു എന്നുള്ളൊരു ക്ലെയിം ഉണ്ട്, ചെയ്തു എന്നുള്ളത് ഉറപ്പില്ല. സോ പെർപ്പറ്റഡ് എന്ന് പറയുന്നത് ദർ ഇസ് എ ക്ലെയിം ദാറ്റ് ഹാസ് ബീൻ ഡൺ. ഇങ്ങനെയൊരു ആക്ടിവിറ്റി, ഇങ്ങനെയൊരു ഡ്യൂട്ടി അല്ലെങ്കിൽ ഇങ്ങനെയൊരു ആക്ട് ഗവർണർ പെർഫോം ചെയ്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. അതാണ് പെർപ്പറ്റഡ്. ദിസ് ഡസ് നോട്ട് മീൻ ദാറ്റ് ഗവർണേഴ്സ് ആർ നോട്ട് ലയബിൾ ഫോർ ദെയർ മിസ്ബിഹേവിയർ. ലയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ലയബിൾ മീൻസ് സിംപ്ലി റെസ്പോൺസിബിൾ. ലയബിൾ ഫോർ, ലയബിളിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന പ്രൊപ്പസിഷൻ. സോ ലയബിൾ ഫോർ, റെസ്പോൺസിബിൾ ഫോർ ദെയർ മിസ്ബിഹേവിയർ unconnected with their official duty. In Rameshwar Prasad versus Union of India 2006, after finding that the governor abused power in recommending presidential rule in Bihar, the Supreme Court said that the motivated and whimsical conduct of the governor is amenable to judicial review. Motivated and whimsical conduct. മോട്ടിവേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പ്രത്യേക മോട്ടീവ് ഉദ്ദേശത്തോടെ ഗവർണർ ചെയ്ത ആക്ട്. വിംസിക്കൽ എന്ന് പറയുന്നത് ഓരോ സമയത്തും ഓരോ പ്രവൃത്തി ചെയ്യുന്നതിനെയാണ് നമ്മൾ വിംസിക്കൽ എന്ന് പറയുന്നത്. ഓരോ വിധത്തിലുള്ള പ്രവൃത്തി നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ഓരോ സമയത്തും ഓരോ വിധത്തിലുള്ള പ്രവൃത്തിയെയാണ്, വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ആക്ടിനെ തോന്നുന്ന പോലെ ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ വിംസിക്കൽ എന്ന് പറയുന്നത്. വിംസ്, തോന്നുന്ന പോലെ ചെയ്യുന്നത്. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഉറപ്പില്ല, അതിനെയാണ് വിംസിക്കൽ എന്ന് പറയുന്നത്. സോ വിംസിക്കൽ കോണ്ടക്ട് ഓഫ് ദി ഗവർണർ ഈസ് അമീനബിൾ ടു ജുഡീഷ്യൽ റിവ്യൂ. അമീനബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം വരുന്നത്? ജുഡീഷ്യൽ റിവ്യൂവിൻ്റെ പരിധിയിൽ പെടുന്നു എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. അമീനബിൾ എന്ന് പറയുന്നത് നമ്മൾ വഴങ്ങുക എന്നുള്ള അർത്ഥത്തിലാണ്, അഥവാ മറ്റുള്ളവരുടെ സജഷൻ ശ്രദ്ധിക്കുക, കേൾക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. സോ ദ ഗവർണർ ഈസ് അമീനബിൾ ടു ജുഡീഷ്യൽ റിവ്യൂ എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഗവർണറിൻ്റെ ഈ കോണ്ടക്റ്റ്, ഈ ബിഹേവിയർ ജുഡീഷ്യൽ റിവ്യൂവിൻ്റെ പരിധിയിൽ പെടും എന്നാണ് പറയുന്നത്. ജുഡീഷ്യറിക്ക് ഇടപെടാം എന്നാണ് പറയുന്നത്. യെറ്റ് ദ ക്വസ്റ്റ്യൻ ഓഫ് വെദർ ഗവർണേഴ്സ് ക്യാൻ ക്ലെയിം ഇമ്മ്യൂണിറ്റി ഫോർ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ജെസ്റ്റേഴ്സ് ആൻഡ് അട്ടറൻസസ് വാസ് നോട്ട് എ മാറ്റർ ഇൻ ഇഷ്യൂ ഇൻ രാമേശ്വർ പ്രസാദ്. സോ ജെസ്റ്റർ, എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ജെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ആംഗ്യം ചെയ്യുന്നതാണ് ജെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സംസാരിക്കുന്നില്ല, കൈകൊണ്ടും മുഖത്തോണ്ടുമൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ പല സമയത്തും നമ്മൾ ആംഗ്യം ഉപയോഗിക്കാറുണ്ട്. അതിനെയാണ് നമ്മൾ ജെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സംസാരിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ അട്ടറൻസ് എന്ന് പറയുന്നത്. സോ അട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സംസാരിക്കുക എന്നുള്ളതാണ്. അട്ടറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോക്കൺ വേർഡ് എന്നുള്ള അർത്ഥത്തിലാണ്. സോ അത് സ്പോക്കൺ വേർഡ് ആയാലും ശരി, ഈവൻ ജെസ്റ്റേഴ്സ് ആയാലും മതി, ചെറിയ സിഗ്നലിംഗ് ആയാലും മതി, ഗവർണറുടെ കയ്യിലുള്ള സിഗ്നലിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. However, the court said that the right persons should be chosen as governors for maintaining the sanctity of the post. Sanctity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്രഡ് എന്നുള്ള അർത്ഥത്തിലാണ്, ഹോളി എന്നുള്ള അർത്ഥത്തിൽ, പവിത്രമായ എന്നുള്ള അർത്ഥത്തിൽ. അതാണ് സാങ്ക്ടിറ്റി ഓഫ് ദ പോസ്റ്റ്. ഗവർണർ എന്ന് പറയുന്ന പദവി ഒരു വളരെ പവിത്രമായ, ഒരു ഹോളി ആയിട്ടുള്ള, ഒരു സീക്രഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. അപ്പോൾ അതിന് റൈറ്റ് പേഴ്സൺസ് ഷുഡ് ബി ചൂസൺ എന്നാണ് ഒരു കേസിൽ പറയുന്നത്, രാമേശ്വർ പ്രസാദ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിൽ പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഈ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. നെക്സ്റ്റ് പാരഗ്രാഫ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ക്വസ്റ്റ്യൻസ് റിലേറ്റിംഗ് ടു ഡിസ്പറാജിംഗ് കമൻറ്റ്സ് by public functionaries came up for consideration before the Supreme Court in Kaushal Kishore versus State of Uttar Pradesh 2023. ഡിസ്പറാജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിസ്പറാജിങ് എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ എന്നുള്ള അർത്ഥത്തിലാണ്. ക്രിട്ടിക്കൽ, ഒരാളെ താഴ്ത്തി കെട്ടുന്ന കമൻസ്, ക്രിട്ടിക്കൽ കമൻസ് ബൈ പബ്ലിക് ഫങ്ഷണറീസ്. The court said that the freedom of expression of public functionaries could not be curtailed other than by way of reasonable restrictions. കേർട്ടെയിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. ലിമിറ്റ് ചെയ്യുക, വെട്ടിച്ചുരുക്കുക, ലിമിറ്റ് ചെയ്യുക, കേർട്ടെയിൽ. അതർ ദാൻ ബൈ വേ ഓഫ് ദി റീസണബിൾ റെസ്ട്രിക്ഷൻസ് ആസ് പെർമിറ്റഡ് ബൈ ആർട്ടിക്കിൾ 19 clause 2 of the Constitution. In the context of ministers, Justice B.V. Nagaratna said that if the statement by the public functionary is not consistent with the views of the government, it is attributable to the minister personally and they can be proceeded against. Attributable to minister എന്നാണ്, മിനിസ്റ്ററിൻ്റെതാണ് എന്ന് പറയുന്നതാണ് attributable to the minister. While the majority opinion varied
from Justice Nagaratna's view on the method of enforcement of fundamental rights against non-state actors. Enforcement എന്ന് പറഞ്ഞാൽ എന്താണ്? നടപ്പിലാക്കുക, to implement. Enforcement of fundamental rights against non-state actors. The personal liability നമ്മൾ കണ്ടു, responsibility. The personal liability of public functionaries on matters unconnected with their public duty was not a topic of disagreement. To illustrate എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ വെച്ച് പറയുക, അതാണ് illustrate എന്ന് പറയുന്നത്. ഉദാഹരിക്കുക, അതാണ് illustrate. If a crime is committed by a public functionary, there is no statutory or constitutional immunity for them. Statutory എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ടുള്ളത്, by law. നിയമപരമായിട്ടുള്ളത് by law. Statutory warning എന്നൊക്കെ നമ്മൾ കാണാറുണ്ട്. സോ നിയമപരമായിട്ടുള്ളത്. Constitutional immunity for them. Offense എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്രൈം. Offense എന്ന് പറഞ്ഞാൽ ക്രൈം. Offenses such as defamation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപകീർത്തിപ്പെടുത്തുക. Defamation അപകീർത്തിപ്പെടുത്തുക അഥവാ ഹാമിങ് സമ്മൺസ് റെപ്യൂട്ടേഷൻ, ഒരാളുടെ റെപ്യൂട്ടേഷനെ നമ്മൾ ഹാം ചെയ്യുക. Defamation such as defamation could be committed by a public functionary as well when the act is unconnected with or is in apparent conflict with their official duty. So apparent എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെരി ക്ലിയർലി വിസിബിൾ. apparent എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ എന്നുള്ള അർത്ഥത്തിലാണ്. ക്ലിയർലി റിവീൽഡ്, നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്നത്, ക്ലിയർലി കാണാൻ പറ്റുന്നത്, അതാണ് apparent conflict with their official duty എന്നുള്ളത്. സോ ഇത് പബ്ലിക് ഫങ്ഷണറീസിൻ്റെ ഫ്രീഡത്തിനെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കമ്മീഷൻ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു സബ് ഹെഡിങ് കൊടുത്തിരിക്കുകയാണ്. സോ ലിമിറ്റ്സ് ടു ഇമ്മ്യൂണിറ്റി ആണ് നമ്മൾ തൊട്ട് മുമ്പത്തെ 2 പാരഗ്രാഫ്സിൽ കണ്ടത്. ഇനി കമ്മീഷൻ റിപ്പോർട്ട്സ് എന്താ പറയുന്നത് നോക്കാം. ദ സർക്കാരിയ കമ്മീഷൻ, ഇതൊരു വളരെ ഫേമസ് ആയിട്ടുള്ള കമ്മീഷൻ റിപ്പോർട്ടാണ്. ദ സർക്കാരിയ കമ്മീഷൻ റിപ്പോർട്ട് 1988 ലാമെൻറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ്, അഥവാ അതിന് ലാമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയുക എന്നാണ് അർത്ഥം, വിലപിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കംപ്ലയിൻറ്റ് എന്നുള്ള അർത്ഥത്തിൽ. Complaint that some governors have failed to display the qualities of impartiality and sagacity expected of them. Sagacity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിവേകം എന്നുള്ള അർത്ഥത്തിലാണ്, അഥവാ വെരി വൈസ്, ഇൻസൈറ്റ്ഫുൾ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ആ ഒരു ഔചിത്യബോധം ഉണ്ടാവുക എന്നുള്ളതാണ് sagacity expected of them. It added that many governors looking forward to further office under the union or an active role in politics after their tenure came to regard themselves as agents of the union. Tenure എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാലാവധി എന്നാണ്, കാലാവധി. Since then, the situation has only worsened. The Commission's recommendation that the governor should be a detached figure. Detached എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഇൻവോൾവ് ആകാത്തത്, അതാണ് ഡിറ്റാച്ച്ഡ്. ഇൻവോൾവ് ആകരുത് എന്നുള്ള അർത്ഥത്തിൽ. ഇമോഷണലി ഇൻവോൾവ് ആവാതിരിക്കുക, ഇവിടെ പൊളിറ്റിക്കലി ഇൻവോൾവ് ആവാതിരിക്കുക എന്നുള്ളതാണ് ഡിറ്റാച്ച്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ ഡിറ്റാച്ച്ഡ് ഫിഗർ ആൻഡ് നോട്ട് ടു ഇൻറ്റിമേറ്റ്ലി കണക്റ്റഡ്. ഇൻറ്റിമേറ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അടുപ്പം. നോട്ട് ഇൻറ്റിമേറ്റ്ലി കണക്റ്റഡ് വിത്ത് ദ ലോക്കൽ പൊളിറ്റിക്സ് ഓഫ് ദ സ്റ്റേറ്റ് റിമെയിൻസ് വിഷ്ഫുൾ തിങ്കിങ്. വിഷ്ഫുൾ തിങ്കിങ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു ആഗ്രഹം മാത്രമായിട്ടത് നിൽക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ആഗ്രഹം, വിഷ്ഫുൾ മീൻസ് ദാറ്റ്സ് ദി ഡിസയർ, ആഗ്രഹം എന്നുള്ള അർത്ഥത്തിൽ. ഇതാണ് കമ്മീഷൻ എങ്ങനെയൊക്കെ സർക്കാരിയ കമ്മീഷൻ റിപ്പോർട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഗവർണേഴ്സിൻ്റെ അന്ന് മുതലുള്ള അല്ലെങ്കിൽ സിൻസ് ദെൻ ഗവർണേഴ്സിൻ്റെ ബിഹേവിയറിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കോണ്ടക്റ്റിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആൻ ഇൻഡിപെൻഡൻറ്റ് ബോഡി ഫോർ സെലക്ടിംഗ് ദ ഗവർണർ വിത്ത് റീസണബിളി സിഗ്നിഫിക്കൻറ്റ് റോൾ ഫോർ ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ also might improve the quality of the selection process. Also, there needs a legal prohibition against further rehabilitation of governors in any official capacity. Rehabilitate എന്ന് പറഞ്ഞാൽ പുനരധിവസിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ നമ്മൾ റീസ്റ്റോർ ചെയ്യുക. ഗവർണേഴ്സിന് ഒരു പദവി അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യന് ഒരു പദവി കൊടുക്കുക എന്നുള്ളതാണ് റീസ്റ്റോർ ചെയ്യുക. of governors in any official capacity. Raj Bhavans require systemic changes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവനായിട്ടും ഹോളായിട്ടും അല്ലെങ്കിൽ പാർട്ട് ബൈ പാർട്ടായിട്ടുള്ള ചേഞ്ച് അല്ല, ഹോളായിട്ടും ചേഞ്ചസ് വേണമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ ഒരു ആർട്ടിക്കിൾ അവസാനിപ്പിക്കുന്നത് തന്നെ. ഡിസ്കസ് ചെയ്ത എല്ലാ വേർഡ്സും, വൊക്കാബുലറി വേർഡ്സ്, അതേപോലെ തന്നെ യൂസേജസ്, ഇഡിയംസ് എല്ലാം തന്നെ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കാണാം.
നമുക്ക് ഇതിൽ നോക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറൻറ്റ് ഈവൻ്റ് ആണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറൻറ്റ് അഫയേഴ്സ് ടോപ്പിക്സ് ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത് എന്താണെന്നുള്ളതാണ്. സോ ഇവിടെ എന്താണ്, ഫസ്റ്റ് പാരഗ്രാഫിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, കാരണം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇൻസിഡൻ്റ് ആണ്. എന്തിനാണ് ഗവർണർ ഓഫ് കേരള ഹാസ് ബീൻ ഇൻ ദ ന്യൂസ് ഫോർ ദ റോങ് റീസൺസ് എന്നാണ്. അപ്പോൾ ഇതിനകത്ത് വലിയ കാര്യമായിട്ടൊന്നുമില്ല, ഇൻസിഡൻറ്റ് മാത്രമാണ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ രണ്ടാമത്തതിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ്, NCT ഓഫ് ഡൽഹി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ ഒരു കേസ് പറഞ്ഞിട്ടുണ്ട് 2018. അതിനകത്ത് പറഞ്ഞത് എന്താണ്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഓഫ് ദ സുപ്രീം കോർട്ട് എംഫസൈസ് ദ നീഡ് ടു ഐഡൻറ്റിഫൈ ദി മോറൽ വാല്യൂസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ഓൺ കോൺസ്റ്റിറ്റ്യൂഷണൽ കൾച്ചർ എന്നുള്ള കാര്യമാണ്. സോ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ആ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയെ എങ്ങനെ അപ്കീപ്പ് ചെയ്യണം ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതേപോലെ തന്നെ ഓഫീസേഴ്സും എന്നുള്ള കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത്, ഈ രണ്ടിൽ നിന്ന് നമുക്ക്, ഈ രണ്ട് പാരഗ്രാഫ്സിൽ നമുക്ക് കാര്യമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാൻ, അല്ലെങ്കിൽ കാര്യമായിട്ടുള്ളൊരു കോണ്ടൻറ്റ് ഇതിനകത്ത് കറൻറ്റ് അഫയേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഇല്ല. SSC പെർസ്പെക്റ്റീവിൽ UPSCക്കാർക്കാണെങ്കിൽ എന്തായാലും ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ഇത് ഒരു റൈറ്റിംഗ് സ്റ്റൈലിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ലിമിറ്റ്സ് ടു ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നതിൽ ഇവിടെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ട് ആർട്ടിക്കിൾ 361 എന്ന് പറയുന്നത്. സോ ആർട്ടിക്കിൾ 361 എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. ഇത് കൂടാതെ അല്ലാതെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ് ആർട്ടിക്കിൾ 361. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഓൺലി ലിമിറ്റഡ് ആൻഡ് കണ്ടീഷണൽ ഇമ്മ്യൂണിറ്റി എന്നുള്ളത് എടുത്തു പറയുന്നതാണ്. But it's all about the governor shall not be answerable to any court for the exercise and performance of the powers and duties of their office എന്ന് പറയുന്നുണ്ട്. ഇത് കൂടാതെ ആർട്ടിക്കിൾ 361 വേറെയും കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആർട്ടിക്കിൾ 361 ഇമ്പോർട്ടൻ്റ് ആണ്. അതല്ലാതെ നമ്മൾ പൊളിറ്റി പഠിക്കുന്നതാണ്. ഇപ്പോൾ ഇങ്ങനെയൊരു കേസ് ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ച് നമ്മളൊന്ന് നോക്കേണ്ടതാണ്. പിന്നെ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് മറ്റൊരു രാമേശ്വർ പ്രസാദ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന വേറൊരു കേസാണ്. അവിടെ ഗവർണർ എങ്ങനെ പവർ അബ്യൂസ് ചെയ്തു, പ്രസിഡൻഷ്യൽ റൂൾ ഇൻ ബീഹാർ കൊണ്ടുവന്നിട്ടെന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ ഇത് ഇലസ്ട്രേറ്റ് ചെയ്തിരിക്കുവാണ് എങ്ങനെയാണ് ഒഫീഷ്യൽ ഡ്യൂട്ടിയിൽ നിന്നും ഇങ്ങനെയൊരു കോണ്ടക്റ്റ് ഗവർണറിൻ്റെ കയ്യിൽ നിന്ന് വന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഈ പാരഗ്രാഫിൽ നമുക്ക് ആർട്ടിക്കിൾ 361 എന്താണെന്നുള്ളത് ഈ ഒരു സെക്ഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് നെക്സ്റ്റ് പാരഗ്രാഫിൽ വീണ്ടും ഒരു കേസ് പറഞ്ഞിട്ടുണ്ട്, കൗശൽ കിഷോർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ്. പക്ഷേ ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് റീസണബിൾ റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 19 ക്ലോസ് 2 റീസണബിൾ റെസ്ട്രിക്ഷൻസ് ആണ്. പബ്ലിക് ഫംഗ്ഷണറീസിനായാലും ശരി, കോമൺ മാൻ ആയാലും ശരി, ആ റീസണബിൾ റെസ്ട്രിക്ഷൻസ് വരുന്ന ആർട്ടിക്കിൾ 19(2) അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം റെസ്ട്രിക്ഷൻസ് എന്നല്ല പറയുന്നത്, ആർട്ടിക്കിൾ 19(2) എന്താ പറയുന്നത്, റീസണബിൾ റെസ്ട്രിക്ഷൻസ് ആണ്. ആർട്ടിക്കിൾ 19 തന്നെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അതെല്ലാം റീസണബിൾ ആണ്. സോ ഇവിടെ ഒരു കേസ് വന്നത് ജസ്റ്റിസ് VV നാഗരത്നയുടെ ഒരു കേസ്, കോണ്ടെക്സ്റ്റ് ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ കേസിൽ അദ്ദേഹം ജസ്റ്റിസ് അവരെന്താണ് പറയുന്നത് എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ഇതാണ് ഈ ആർട്ടിക്കിൾ 19(2) എന്ന് പറയുന്നതും. അതേപോലെ ഒഫൻസസ് സച്ച് ആസ് ഡിഫമേഷൻ 19(2) പറയുന്നുണ്ട്. ഡിഫമേഷൻ്റെ കേസസൊക്കെ 19(2) പറയുന്നുണ്ട്. അപ്പം അതും എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത സെക്ഷനിൽ, അതായത് കമ്മീഷൻ റിപ്പോർട്ട്സ് എന്ന് പറയുന്ന ഈ സെക്ഷനിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനുള്ളത് കുറേ റിപ്പോർട്ട്സ് ആണ്. ഈ കമ്മീഷൻ റിപ്പോർട്ട്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സർക്കാരിയ കമ്മീഷൻ റിപ്പോർട്ട് വളരെ ഫേമസ് ആണ് ആൻഡ് വളരെ സിഗ്നിഫിക്കൻറ്റുമാണ്. അപ്പോൾ സർക്കാരിയ കമ്മീഷൻ റിപ്പോർട്ട് 1988 വർഷം നമ്മളോട് ചോദിക്കാം. അതേപോലെ തന്നെ എന്താണ് സർക്കാരിയ കമ്മീഷനിൽ പറയുന്നതെന്ന് വെച്ചാൽ, സം ഗവർണേഴ്സ് ഹാവ് ഫെയിൽഡ് ടു ഡിസ്പ്ലേ ദ ക്വാളിറ്റീസ് ഓഫ് ഇംപാർഷ്യാലിറ്റി ആൻഡ് സഗാസിറ്റി എക്സ്പെക്റ്റഡ് ഓഫ് ദം എന്നാണ് പറയുന്നത്. അപ്പം ഗവർണേഴ്സിൻ്റെ ഫെയിലിയർ ആണ് പറയുന്നത്. മെനി ഗവർണേഴ്സ് ലുക്കിംഗ് ഫോർവേഡ് ടു ഫർദർ ഓഫീസ് അണ്ടർ ദ യൂണിയൻ ഓർ ആൻ ആക്റ്റീവ് റോൾ ഇൻ പൊളിറ്റിക്സ് ആഫ്റ്റർ ദിയർ ടെന്യൂർ കെയിം ടു റിഗാർഡ് ദംസെൽസ് ആസ് ഏജൻസ് ഓഫ് യൂണിയൻ എന്നുള്ളത്. സോ ഗവർണേഴ്സിന് ഒരു ഫർദർ പൊളിറ്റിക്കൽ അജണ്ട ഉണ്ട് എന്നുള്ളതാണ് സർക്കാരിയ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പം ആ സർക്കാരിയ കമ്മീഷൻ റിപ്പോർട്ട് നമുക്ക് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ റിപ്പോർട്ടിൽ എന്താണ് റെക്കമെൻഡേഷൻ എന്നുള്ളത്, ബേസിക് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെയാണ് MM പുഞ്ചി കമ്മീഷൻ റിപ്പോർട്ട് 2010. സോ ഇവിടെ പറയുന്നത് എന്താണ്, സെഡ് ദാറ്റ് ടു ബി ഏബിൾ ടു ഡിസ്ചാർജ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻസ് ഫെയർലി ആൻഡ് ഇംപാർഷ്യലി ദ ഗവർണർ ഷുഡ് നോട്ട് ബി ബർഡൻഡ് വിത്ത് പൊസിഷൻസ് ആൻഡ് പവേഴ്സ് വിച്ച് ആർ നോട്ട് എൻവിസിജ്ഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഗവർണറിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പവേഴ്സും പൊസിഷൻസും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഗവർണറിന് തന്നെ ഒരു ഭാരമാകും എന്നുള്ളതാണ് പുഞ്ചി കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. എന്ന് മാത്രമല്ല, അത് പിന്നീട് ഒരു കോൺട്രവേഴ്സി അല്ലെങ്കിൽ പബ്ലിക് ക്രിറ്റിസിസത്തിനും സാധ്യതയുണ്ട് എന്നുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളാണ് പുഞ്ചി കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇതിൽ കേരള സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസ് ചെയ്തൊരു ബില്ലിനെ കുറിച്ചും പറയുന്നുണ്ട്. സോ
പവേഴ്സ് ഓഫ് ദി ഗവർണർ വിത്ത് റെസ്പെക്റ്റ് ടു എ ബിൽ നമുക്ക് ചോദ്യം വരാം. അത് ഗവർണറിൽ നമ്മൾ പഠിക്കുന്നതാണ്. എന്നാലും ഈ ഒരു സിറ്റുവേഷൻ, ഇപ്പോഴത്തെ ഒരു കറണ്ട് ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആ ചോദ്യം വരാവുന്നതാണ്. ഗവർണർ ആൻഡ് സ്റ്റേറ്റ് ബിൽസും അതേപോലെ തന്നെ ഏതൊക്കെ ബില്ല് റെഫർ ചെയ്യാമെന്നുള്ളതും പ്രസിഡൻറ്റിന്, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഇവിടെ നമുക്ക് പഠിക്കാനുള്ളതാണ്. ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് ഫ്യൂച്ചർ റെഷീംസ് അറ്റ് ദി സെൻറ്റർ വിൽ ഹാവ് ടു കൺസിഡർ അമെൻഡിങ് ആർട്ടിക്കിൾ 155 എന്നാണ്. സോ ആർട്ടിക്കിൾ 155 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആർട്ടിക്കിൾ 155 പറയുന്നത് എന്താണ്? അപ്പോയിൻമെൻറ്റ് ഓഫ് ദി ഗവർണേഴ്സ് ആണ്. അപ്പം അത് നമുക്ക് പഠിക്കാനുള്ളതാണ്. അതേപോലെ തന്നെ ബൈ എൻഷുറിങ് കൺസൾട്ടേഷൻ വിത്ത് ദി ചീഫ് മിനിസ്റ്റർ. സോ എങ്ങനെയാണ് ഗവർണറിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് സർക്കാരിയ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആഫ്റ്റർ കൺസൾട്ടിങ് ദി ചീഫ് മിനിസ്റ്റർ എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻഡിപെൻഡൻറ്റ് ബോഡി എന്നുള്ളത് അത് റൈറ്ററിൻ്റെ ഒരു സജഷനാണ്. അങ്ങനെയുള്ള കാര്യങ്ങളും കൂടിയാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 155, അതേപോലെ തന്നെ 361, ആർട്ടിക്കിൾ 361, 19 ക്ലോസ് 2 അതൊക്കെയാണ്. അപ്പോൾ ആർട്ടിക്കിൾ 19 ഇമ്പോർട്ടൻ്റ് ആണ്, 155, 361, അതേപോലെ തന്നെ ബിൽ റിലേറ്റഡ് പ്രസിഡൻറ്റും ഗവർണറും അതേപോലെ സ്റ്റേറ്റ് അസംബ്ലിയും തമ്മിലുള്ള ബിൽ റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. മുൻഷി കമ്മീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, സർക്കാരിയ കമ്മീഷൻ റിപ്പോർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു ആർട്ടിക്കിളിൽ. ഈ ഒരു ആർട്ടിക്കിളിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ ഒന്ന് നോക്കാം. അപ്പം ഇതിൻ്റെ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ എന്താണെന്ന് വെച്ചാൽ, ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ എല്ലാ കാര്യങ്ങളും, അതായത് ക്യൂരിയോസിറ്റി കൊണ്ടുവരാനുള്ള ശ്രമം ഇവിടെ നന്നായിട്ട് നടത്തിയിട്ടുണ്ട്. കാരണം ആ ഫസ്റ്റ് പാരഗ്രാഫിൽ റീസെൻറ്റ് ഇഷ്യൂ ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പം നാച്ചുറലി അത് ഭയങ്കര ക്യൂരിയസ് ആണ്. എന്ന് മാത്രമല്ല ഒരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു റൈറ്റർ. അതായത് ആ ലാസ്റ്റ് സെൻറ്റൻസിൽ അതാണ് പറഞ്ഞിരിക്കുന്നത്. ആസ് സച്ച് എപ്പിസോഡ്സ് ആർ ബിക്കമിങ് മോർ കോമൺ, ഇറ്റ് ഈസ് ടൈം ടു തിങ്ക് അബൌട്ട് ദ ബിഹേവിയർ ഓഫ് ഗവർണേഴ്സ് ഇൻ ദി അപ്പോസിഷൻ റൂൾഡ് സ്റ്റേറ്റ്സ് ആൻഡ് ടു അണ്ടർസ്റ്റാൻഡ് ദി ലീഗൽ കോൺസിക്വൻസസ് ഓഫ് സച്ച് ആബറേഷൻസ് എന്നാണ്. സോ ആദ്യം എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം എന്തായിരിക്കും ഇദ്ദേഹം എഴുതാൻ പോകുന്ന ഈ ആർട്ടിക്കിളിൻ്റെ ബേസ് എന്ന് പറയുന്നതാണ് ആ ഫസ്റ്റ് പാരഗ്രാഫിലെ ലാസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. സെക്കൻഡ് പാരഗ്രാഫിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻഡിവിജ്വൽ ബിഹേവിയർ ഓഫ് പബ്ലിക് ഫങ്ഷണറീസ്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഒരു ഗവർണർ എന്ന നിലയ്ക്ക് ഓരോ വ്യക്തികളും ഓരോ രീതിയിലാണ് പെരുമാറുന്നത്. അങ്ങനെ പെരുമാറാൻ പറ്റുമോ? അതിനുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുന്ന സംഭവത്തിനെക്കുറിച്ചാണ് അദ്ദേഹം ഈ സെക്കൻഡ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നതും. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ഒരു ഗവർണറിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത്, കോണ്ടക്റ്റ് എന്ന് പറയുന്നത്, പബ്ലിക് കോണ്ടക്റ്റ് എന്ന് പറയുന്നത് അത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊരു ഓപ്പൺ ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഇസ് സ്റ്റിൽ അൺഡിസൈഡഡ് എന്നാണ് പറയുന്നത്. പക്ഷേ പിന്നീടുള്ള പാരഗ്രാഫിൽ പറയുന്നത് എന്താണ്? അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷനിലെ പല ആർട്ടിക്കിൾസും ഉദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ എക്സാംപ്ലിഫൈ ചെയ്തുകൊണ്ട് എക്സാമ്പിളാക്കി പറഞ്ഞുകൊണ്ടാണ് പിന്നീട് അദ്ദേഹം മുന്നോട്ട് പ്രൊസീഡ് ചെയ്യുന്നത്. സോ അതിലാദ്യം തന്നെ അതൊരു സബ് ഹെഡിങ് കൊടുത്തിട്ട് നമ്മളെ പ്രിപ്പയർ ചെയ്യുവാണ്. ഓക്കെ, ലിമിറ്റ്സ് ടു ഇമ്മ്യൂണിറ്റി എങ്ങനെയൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നത് എന്നുള്ളതാണ്. അപ്പം അതിൽ പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 361 കുറിച്ചും വീണ്ടും എക്സാമ്പിൾ എന്ന നിലയ്ക്ക് കേസസിനെ കുറിച്ചും ഒക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. എന്തൊക്കെ കേസസിൽ എങ്ങനെയാണ് ഗവർണറിൻ്റെ ബിഹേവിയർ കംസ് അണ്ടർ ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ള കാര്യങ്ങളും അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സാങ്ക്ടിറ്റി ഓഫ് ദ പോസ്റ്റ്, എത്ര സീക്രഡ് ആണ്, എത്ര പവിത്രമാണ് ഗവർണർ എന്ന് പറയുന്ന പദവി, അതുകൊണ്ട് തന്നെ റൈറ്റ് പേഴ്സൺസിനെ ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന ലിമിറ്റ്സ് ടു ഇമ്മ്യൂണിറ്റിയുടെ ഫസ്റ്റ് പാരഗ്രാഫ് അവസാനിപ്പിക്കുന്നത്. ഇനി സെക്കൻഡ് പാരഗ്രാഫ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും വീണ്ടും ലിമിറ്റ്സ് ടു ഇമ്മ്യൂണിറ്റി എങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ പറയുന്ന ആർട്ടിക്കിൾ 19(2) അതിനകത്ത് ഈ ആർട്ടിക്കിൾ 19(2) എന്ന് പറയുന്നത് പിന്നെ കോർട്ട് കൗശൽ കിഷോർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശിൽ പറയുന്നുണ്ട്. അപ്പം ഈ രണ്ട് പാരഗ്രാഫിലും പറയുന്നത് എങ്ങനെയൊക്കെയാണ് ഗവർണറിന് ഇമ്മ്യൂണിറ്റി ഉണ്ട്, പ്രസിഡൻറ്റ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഗവർണർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടെന്ന് പറയുമ്പം ആ ഇമ്മ്യൂണിറ്റി എത്ര ലിമിറ്റഡ് ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ അദ്ദേഹം ഈ പറയുന്ന പവർ ലിമിറ്റ് ചെയ്യുന്ന കുറേ കേസസും കൂടി ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് വളരെ ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് കമ്മീഷൻ റിപ്പോർട്ട്സ് ആണ്. കമ്മീഷൻ റിപ്പോർട്ട്സിൻ്റെ ഒരു സഹായത്തോടെ എങ്ങനെയാണ് ഗവർണർ എന്ന് പറയുന്ന പദവിയെ, അതായത് ഗവർണേഴ്സിൻ്റെ കോണ്ടക്റ്റിനെ ഏതൊക്കെ രീതിയിൽ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്, അഥവാ സർക്കാർ കമ്മീഷൻ റിപ്പോർട്ട്സ് എന്താണ് പറയുന്നത് ഗവർണർ എന്ന പദവിയെക്കുറിച്ചും അതെങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സോ സർക്കാരിയ കമ്മീഷൻ റിപ്പോർട്ടും അതിൻ്റെ റെക്കമെൻഡേഷൻസും അദ്ദേഹം പറയുന്നുണ്ട്. സോ ഗവർണർ എന്ന് പറയുന്ന ഒരു ഡിറ്റാച്ച്ഡ് ഫിഗർ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇൻറ്റിമേറ്റ്ലി കണക്റ്റഡ് പാടില്ല പൊളിറ്റിക്സുമായിട്ട് എന്നൊക്കെയുള്ളതാണ് സർക്കാരിയ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത്. അദ്ദേഹം എന്താ ട്രൈ ചെയ്യുന്നത്, ഗവർണർ എന്ന് പറയുന്ന പദവിയുടെ റെസ്ട്രിക്ഷൻസിനെ കുറിച്ചാണ് അദ്ദേഹം
എംഫസൈസ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സബ്സ്റ്റാൻസിയേഷനാണ് നമ്മൾ ഈ കാണുന്നതല്ല. അതേപോലെ തന്നെ ജസ്റ്റിസ് MM പുഞ്ചി കമ്മീഷൻ്റെ റിപ്പോർട്ട്, അതും അതിനകത്ത് പറയുന്നതും ഈ ഗവർണറിൻ്റെ ഇതേ റെസ്ട്രിക്ഷൻ തന്നെയാണ്. ഗവർണർക്ക് ഒരുപാട് പദവികൾ കൊടുക്കാതിരിക്കുക, ഒരുപാട് പവേഴ്സ് കൊടുക്കാതിരിക്കുക. കാരണം അങ്ങനെ ആകുമ്പോൾ ആ പോസ്റ്റിൽ കൂടുതൽ പബ്ലിക് ക്രിറ്റിസിസം വരും എന്നുള്ളതും കോൺട്രവേഴ്സീസ് ഉണ്ടാകും എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് അദ്ദേഹം പറഞ്ഞത് ഈ പറയുന്ന കേരള സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഇപ്പം നടന്നിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും. ആർട്ടിക്കിൾ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഫ്യൂച്ചർ റിഷീംസ് അറ്റ് ദ സെൻറ്റർ വിൽ ഹാവ് ടു കൺസിഡർ അമെൻഡിങ് ആർട്ടിക്കിൾ 155 എന്നാണ് പറയുന്നത്. സോ അദ്ദേഹം പറയുന്നത് ഇനി വരാൻ പോകുന്ന ഭരണകൂടങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ, ഈ ആർട്ടിക്കിൾ ഗവർണറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ ആർട്ടിക്കിളായ 155 അത് ഒന്ന് അമെൻഡ് ചെയ്യണം. അത് അമെൻഡ് ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടത്? ടു എൻഷുർ കൺസൾട്ടേഷൻ വിത്ത് ചീഫ് മിനിസ്റ്റർ. അതാത് സ്റ്റേറ്റിലെ ചീഫ് മിനിസ്റ്ററുമായിട്ട് കൺസൾട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അങ്ങനെ ആര് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്? സർക്കാരിയ റിപ്പോർട്ട് അങ്ങനെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു സജഷൻ, ആൻ ഇൻഡിപെൻഡൻറ്റ് ബോഡി ഫോർ സെലക്ടിംഗ് ദ ഗവർണർ വിത്ത് എ റീസണബിളി സിഗ്നിഫിക്കൻറ്റ് റോൾ ഫോർ ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഓൾസോ മൈറ്റ് ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ദ സെലക്ഷൻ പ്രോസസ്സ് എന്നാണ് പറയുന്നത്. ഇത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കൂടി അവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡി വേണം ഗവർണറിനെ സെലക്ട് ചെയ്യാൻ. അതിനകത്ത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് അത്യാവശ്യ റോളും ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ പ്രോസസ് ആയിരിക്കും, കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഓൾസോ ദെയർ നീഡ്സ് എ ലീഗൽ പ്രൊഹിബിഷൻ അഗെയിൻസ്റ്റ് ഫ്യൂച്ചർ റീഹാബിലിറ്റേഷൻ ഓഫ് ഗവർണേഴ്സ് ഇൻ എനി ഒഫീഷ്യൽ കപ്പാസിറ്റി. ഗവർണറായ വ്യക്തി പിന്നീട് മറ്റു പദവികളിലേക്ക് ഒന്നും പോകരുത്, അങ്ങനെ ഒരു ലീഗൽ റെസ്ട്രിക്ഷൻ, ഒരു പ്രൊഹിബിഷൻ ഉണ്ടായിരിക്കണം എന്നും കൂടി സജഷൻ അദ്ദേഹം പറയുന്നുണ്ട്. അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? രാജ്ഭവൻസ് റിക്വയർ സിസ്റ്റമിക് ചേഞ്ചസ്. ഒരു രാജ്ഭവൻ്റെ കാര്യമല്ല, പല രാജ്ഭവൻസും സിസ്റ്റമിക് ആയിട്ടുള്ള ചേഞ്ചസ്, ഹോൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടൊരു ചേഞ്ച് തന്നെ ആവശ്യമാണ് എന്നുള്ളതാണ്. അതുതന്നെയാണ് ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ടൈറ്റിൽ, റാഡിക്കൽ റിഫോംസ് എന്നാണ് പറയുന്നത്. അതിൽ തന്നെയാണ് അത് അവസാനിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു വളരെ ഭംഗിയായിട്ട് എന്താണോ പറയാനുള്ളത് ആ പറയാനുള്ള കാര്യത്തെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ആർട്ടിക്കിൾ പോയിരിക്കുന്നത്. ഒരു സമയത്ത് പോലും അത് മാറിപ്പോയിട്ടില്ല. എന്താണോ കോണ്ടെക്സ്റ്റ്, ആ കോണ്ടെക്സ്റ്റിൽ തന്നെ പിടിച്ചു നിന്നിരിക്കുകയാണ്. അപ്പം അങ്ങനെയാണ് ഈ ഒരു ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷൻ അവസാനിക്കാറായി. നമ്മൾ 3 കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. ഒന്ന്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൊക്കാബുലറി വേർഡ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, കറൻറ്റ് അഫയേഴ്സ് ടോപ്പിക്സ് എന്താണ് നമ്മൾ പഠിക്കേണ്ടത്, എന്താണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതും. മൂന്നാമത്തത് ഈ ഒരു ആർട്ടിക്കിൾ എങ്ങനെ എഴുതി എന്നുള്ളതും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് സ്റ്റൈൽ, എന്ത് തോട്ട് പ്രോസസ്സിലൂടെയാണ് എഴുതിപ്പോയത് എന്നുള്ളതും. നമ്മൾ വീണ്ടും വേറൊരു ആർട്ടിക്കിളുമായിട്ട് വീണ്ടും കാണാം. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്